വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇതൊരു ഗ്ലാം ഡേ ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ, കം ഓൺ. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേക്കാട്ട് മുന്നേ നമുക്ക് മൂട്ടി ഒന്ന് ഒതുക്കി വെക്കാം. ഇത് ഇങ്ങനെയല്ലടാ ഇടാ. കറക്റ്റ്. ഞാൻ കുറച്ച് സൺകീസൊക്കെ ആയിട്ടുണ്ട്. സോ ക്യൂട്ട് അല്ലേ? ഓക്കെ, ഫസ്റ്റ് മോയ്സ്ചറൈസർ. അങ്ങനെ അത് സെറ്റ്. പുറത്ത് നല്ല വെയില, സൺസ്ക്രീൻ മസ്റ്റാ. അപ്പൊ സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ കാണിച്ചില്ലല്ലോ. ദിസ് SPF 50. ഈ സൺസ്ക്രീൻ ഉണ്ടല്ലോ, ഫസ്റ്റത്തെ തവണ ഞാൻ ഇട്ടപ്പോൾ ശരിക്കും പാണ്ട് പിടിച്ച പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്താ ഇങ്ങനെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ശരിക്കും പാണ്ട് പിടിച്ച പോലെ ഇരിക്കും. കണ്ടോ തിളങ്ങുന്ന കണ്ടോ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ. അതിന് മുന്നേ എൻ്റെ ലിപ്പ് ഒന്നും കൂടെ ഡ്രൈ ആയി. കണ്ടോ ചുണ്ടില് ഇവിടെ ഒരു കാക്കപ്പുള്ളി, ഇവിടെ ഒരു കാക്കപ്പുള്ളി. നെക്സ്റ്റ് ലാക്മേയുടെ 9 to 5. ഞാൻ മുന്നേ ലാക്മേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് ലാക്മേ പ്രൊഡക്ട്സിനോട് ഒരു പ്രത്യേക ഇഷ്ടം. ഇതങ്ങോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഞാൻ കൈ തന്നെ യൂസ് ചെയ്യുക, വേറെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാറില്ല, പൊതുവേ യൂസ് ചെയ്യാറില്ല. ഇന്നലെ ഞാനിട്ട വീഡിയോന് ഒരുപാട് കമൻറ്റ് വന്നത്, മീൻസ് ഫ്രണ്ട്സ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പറഞ്ഞു വോയിസ് എന്താ വേണമെന്ന് വെച്ചിട്ട് പറയില്ലേ, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പറയില്ലേ, അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയില്ലേ, അങ്ങനെ കുറേ കേൾക്കുമ്പം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നു, കഥാപ്രസംഗം പറയണ പോലെ ഉണ്ട് എന്നൊക്കെ കുറേ കമൻറ്റ് വന്നു.
പക്ഷെ ഞാൻ അതൊക്കെ ശരിയാക്കും. പോകെ പോകെ നല്ല നല്ല വീഡിയോസ് ഇട്ട് ഞാൻ അതൊക്കെ ശരിയാക്കും. സോ ബ്ലെൻഡ് ആയെന്ന് തോന്നുന്നു. യെസ്, ഇറ്റ്സ് ബ്ലെൻഡ് വെൽ. കുറച്ച് ക്യൂട്ട്നെസ് കിട്ടാൻ നോക്കിയതാ. ഓക്കെ, ഗ്ലോ ഉണ്ടല്ലേ, നല്ല ഗ്ലോ ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ണെഴുതാം. കണ്ണെഴുതാതെ പറ്റത്തില്ല എനിക്ക്. കണ്ണെഴുതില്ലെങ്കിൽ ചത്ത മീനിൻ്റെ കണ്ണ് പോലെ ഉണ്ട്, അല്ലെങ്കിൽ ചത്ത് കുത്തിയിരിക്കുക അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് കണ്ണെഴുതലും മസ്റ്റാണ്. കണ്ണെഴുതാൻ എനിക്ക് വേറൊരു കണ്ണാടി വേണം. ഇത് നടക്കൂല. ഓക്കെ, ഇങ്ങനെ കണ്ണെഴുതൽ നടക്കൂല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഐഷാഡോ പാലറ്റ് എടുക്കാം. ഐഷാഡോ പാലറ്റിൽ മിററുണ്ട്, അതിൽ നോക്കിയിട്ടാണ് ഞാൻ കണ്ണെഴുതാം. ഓക്കേ, അറിയില്ല, ഞാൻ ഭയങ്കര ഷൈ ആണ്. മാറ്റിയെടുക്കണം. പക്ഷേ കഴിഞ്ഞില്ലേ, അടുത്തത് ഐലൈനർ. നമ്മൾ ഒന്നും എക്സ്പേർട്ട് ആയിരിക്കില്ല, പക്ഷെ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരാളാണ് ഞാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് മേക്കപ്പ് മുന്നേ തീരെ അറിയണ്ടായിരുന്നില്ല. കണ്ണൊന്നും എഴുതാറ് പോലും ഇല്ല. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ണ് എഴുതാണ്ട് ഈ പറഞ്ഞ പോലെ ചത്ത മീൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്ന അങ്ങനെ കുറേ കമൻസ് കിട്ടിയിട്ടുണ്ട്. വളയിടത്തില്ല, മേക്കപ്പ് ചെയ്യത്തില്ല. ഞാനായിപ്പോൾ യൂട്യൂബ് വ്ളോഗൊക്കെ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ക്ഷമിക്കണം, എൻ്റെ ലാംഗ്വേജ് വീണ്ടും ഞാൻ എന്തോ കഥാപ്രസംഗം പറഞ്ഞ പോലെ എനിക്ക് ചില സമയത്ത് വീണ്ടും തോന്നാറുണ്ട്. എനിക്ക് കണ്ണ് മുകളിൽ ഐലൈനർ എഴുതുമ്പം എനിക്ക് വളരെ കട്ടിക്ക് എഴുതുന്നത് ഇഷ്ടമല്ല. അതെനിക്ക് ഒട്ടും സ്യൂട്ട് ആവാറില്ല. എനിക്ക് വളരെ തിൻ ലൈനായിരിക്കണം, ഇതുപോലെ. നെക്സ്റ്റ്, ഐബ്രോ ഫില്ല് ചെയ്യാതെ എന്താ? ഐബ്രോ ഫില്ല് ചെയ്താണ് നെക്സ്റ്റ് ടാസ്ക്. ബിക്കോസ് ഈ ഐബ്രോസ് ഞാൻ തന്നെയാണ് ചെയ്തെടുത്തത്. പുരികൻ ത്രെഡ് ചെയ്യാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഫേസ് വാക്സ് ഒക്കെ ഇട്ടിട്ടാണ്, വാക്സ് ഇട്ട് ഞാൻ തന്നെ ചെയ്തതാണത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ശരിക്കറിയാം. അത് നികത്തുന്നത് ഈ ഒരു പാലറ്റിൽ ബ്ലാക്ക് ഉണ്ട്, കണ്ടോ? ഈ ബ്ലാക്കിൽ കൂടെയാണ് ഞാനത് നികത്തുക. ഓക്കെ, ഈ ചാനൽ ഞാനൊരു കുറേ നാൾ മുന്നാണ് ഈ ചാനൽ തുടങ്ങിയത് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ലൈഫ് സ്റ്റൈൽ, നമ്മൾ നല്ല ഡ്രസ്സ് ഇടാൻ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, ഫുഡ് ഉണ്ടാക്കാൻ അത്ര ഇഷ്ടമല്ല, എന്നാലും ബുദ്ധിമുട്ടിയാണ് ഉണ്ടാക്കുക. എന്നാലും കുവൈറ്റ് വന്നപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് പാസ്ത, അങ്ങനെ സ്പെഗറ്റി, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട്, ഫുഡ് ഗോട്ട് മീ വേസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. Ta-da!
ബ്ലഷാണ്. ഷുഗറിൻ്റെ ഒരു മിനി ബ്ലഷാണ്. 02 പിങ്ക് പൈനാക്കിൾ. ഇത് അടിപൊളി സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ ഇടാറുണ്ട്. ബ്ലഷ് ശരിക്കും ഇങ്ങനെയല്ല ഇടാം, പക്ഷെ എനിക്കിഷ്ടം. നെക്സ്റ്റ് കുറച്ച് ഹൈലൈറ്റ് ആണ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഹൈലൈറ്റർ. അടിപൊളി സാധനം. അത് ഭയങ്കര കുറച്ചിട്ടാൽ മതി, നല്ല അടിപൊളി. ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നെ. ലിപ്സ്റ്റിക്, ലെറ്റ് മീ ചെക്ക് ദി ലിപ്സ്റ്റിക്. ഇതൊരു അഡാർ ലിപ്സ്റ്റിക്. മിറർ വേണം ഗൈസ്, മിറർ വേണം. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ലൈറ്റായിട്ടുള്ള ഒരു ടോൺ. ഭയങ്കര ലൈറ്റാണ്, പക്ഷേ ഉണ്ടല്ലോ പൊളി ലിപ്സ്റ്റിക്കാണ്. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാം. ഈ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. എനിക്ക് ആ ലൈൻ ഇല്ല, ഇവിടെ ഒരു ലൈൻ വരത്തില്ല നമ്മുടെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ ഇല്ല. സോ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളങ്ങനെ ഒരു എഫക്റ്റ് കൊണ്ടുവരാം. നമുക്ക് എന്താണോ ഇല്ലാത്തത് അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒട്ടും ഡിഫൈൻഡ് അല്ല. ചില ആൾക്കാരൊക്കെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വരും കണ്ടോ. ഇത് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ 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 ഇപ്പോൾ കണ്ടോ. ഓക്കെ, ഫേസ് ഡൺ. കുറച്ച് ക്യൂട്ട്നെസ് ഇടാൻ നോക്കിയതാണ്. ഓക്കെ, നമുക്കിനി ഹെയർ സെറ്റാക്കാം. ഹെയർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, ലോറിയൽ പാരീസിൻ്റെ. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അട്ടാറ് സാധനം. കണ്ടോ എൻ്റെ മുടി കണ്ടോ ഇപ്പം ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്നത്. ഇത് ഇനിയോ യൂസ് ചെയ്ത് നോക്കാം.
സീറം അപ്ലൈ ചെയ്യാമെന്ന് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങനെയാണോ കറക്റ്റ് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ മുടി ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ സീറം യൂസ് ചെയ്യുക. ഇപ്പം നോക്കുമ്പോൾ കുറേ കൂടുതൽ സീറം ഉണ്ടെങ്കിലും കുറച്ച് സമയം അത് സെറ്റാവും കേട്ടോ. ഫുൾ ലുക്ക് കണ്ടാലോ? വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.